നമസ്കാരം. അങ്ങനെ ഇന്നത്തെ FMFLBയുടെ ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് കൂടെ പ്രവേശിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നോടൊപ്പം പേര് മറന്നുപോയി, എന്താ? എൻ്റെ മകളാണ് അഫ്ന ജുവൽ. അഫ്ന ജുവലിനൊപ്പമാണ് ഇന്നത്തെ ഓണാഘോഷം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഓണത്തെക്കുറിച്ചും ഓണത്തിൻ്റെ വിശേഷതകളെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. COVID-19 ബാധിച്ച് നമ്മളെല്ലാവരും നിരാശയിലാണ്. എങ്കിൽ പോലും ഈ കാലഘട്ടത്തിലും ഓണം മനസ്സുകൊണ്ട് അതിൻ്റെ നന്മയെ എല്ലാവരും ആഘോഷിക്കുകയാണല്ലോ. അതിനെക്കുറിച്ചുള്ള ചില ചിന്തകളും ചില ഗാനങ്ങൾ അടങ്ങിയ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അഫ്നയ്ക്ക് ഒരുപാട് ചോദ്യം കൊണ്ടെന്നാണല്ലോ പറഞ്ഞേ, അല്ലേ? എന്താ ആദ്യത്തെ ചോദ്യം? എന്താ ഓണം പപ്പേ? ഓ, എൻ്റെ മോള് ചോദിക്കുകയാണ് എന്താണ് ഓണമെന്ന്. ഓണത്തെക്കുറിച്ച് പ്രധാനമായും പറയുമ്പോൾ ഇതൊരു ആഘോഷമാണ്, ഒരു ദേശീയ ആഘോഷമാണ്. എല്ലാ മലയാളികളും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരാഘോഷമാണെന്തുവാ? എന്താ? ഓണം. ഓണം എന്ന് പറയുന്നത് നന്മയുടെയും സമൃദ്ധിയുടെയും ആഘോഷമാണ്. എല്ലാവരും ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുപോലെ ഈ നാളുകളിൽ ഓണാഘോഷം ഉൾക്കൊള്ളുകയാണ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ ഈ ഒരു COVID-19 ബന്ധപ്പെട്ട് ആഘോഷങ്ങളൊന്നും വലുതായിട്ടില്ല. എങ്കിലും അതിന് നന്മ എല്ലാവരും ആഘോഷിക്കുകയാണ്. എന്നാൽ ഓണത്തെക്കുറിച്ച് ഒരു വലിയ കഥയുണ്ട്. മക്കൾക്കറിയാമോ? അത് അറിയില്ല അല്ലേ? ഓണത്തിന് പിന്നിൽ ഒരു വലിയൊരു ഐതിഹ്യമുണ്ട്. അതെന്താണെന്നറിയാമോ? അത് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഓണം എന്ന് പറയുമ്പോൾ തന്നെ പ്രധാനമായും അതിനൊരു പിന്നിലൊരു കഥയുണ്ട്, ഗാനങ്ങളുണ്ട്. ആദ്യം ഒരു ഗാനമുണ്ട്. ആ ഗാനം ഒന്ന് കേട്ടിട്ട് വരാമോ? ഗാനം കേൾക്കാൻ ഇഷ്ടമാണോ? ആ, അപ്പോൾ എല്ലാവരോടും ഒന്ന് പറഞ്ഞാൽ നമുക്കൊരു പാട്ട് കേൾക്കാമോ? പാട്ട് കേൾക്കാമോ? നമുക്കെല്ലാവരും പാട്ട് കേൾക്കാം. അപ്പോൾ ഓണത്തെക്കുറിച്ചുള്ളൊരു ഗാനം കേൾക്കാം. ആ ഗാനത്തിൽ തന്നെ കഥയുടെ അല്ലെങ്കിൽ ആ ഐതിഹ്യത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗാനത്തിലൂടെ ഒരു കഥ പറഞ്ഞു തരട്ടെ? ആ ഗാനം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഗാനം കൊള്ളായിരുന്നോ? കൊള്ളാം. ആ, നല്ല ഗാനമായിരുന്നു അല്ലേ? ഈ ഗാനത്തിലൂടെ ഓണത്തെക്കുറിച്ചുള്ളൊരു ധാരണ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓണം എന്താണെന്നുള്ളത് എല്ലാ മലയാളികളും ഒരുപക്ഷെ മറ്റുള്ളവരും ഉൾക്കൊള്ളുന്ന ഒരു ആഘോഷമാണ് ഓണം. നല്ല ഉടുപ്പുകൾ ഇടുന്നു, അതോടൊപ്പം തന്നെ നല്ല സദ്യ കഴിക്കുന്നു, സമൃദ്ധിയുടെ ആഘോഷമാണ്. അതോടൊപ്പം തന്നെ നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കുന്നു, നല്ല നല്ല സദ്യ ഒരുക്കുന്നു, പിന്നെന്താ അത്തപ്പൂക്കളം ഇടുന്നുണ്ട് തുടങ്ങി അങ്ങനെ വളരെ മനോഹരമായ രീതിയിലാണ് ഓണം ഉൾക്കൊള്ളുന്നത്. ഈ ഓണത്തെക്കുറിച്ച് ഒരു കഥയുണ്ടെന്ന് പപ്പ പറഞ്ഞിരുന്നില്ലേ? ആ കഥയൊന്ന് കാണാമോ? ഒരു കാർട്ടൂൺ. മക്കൾക്ക് കാർട്ടൂണല്ലേ ഇഷ്ടം? ആ, കാർട്ടൂൺ പോലെ രൂപീകരിച്ചിരിക്കുന്ന കഥയാണേ. നമുക്കൊന്ന് കണ്ടിട്ട് വരാമോ? അപ്പോൾ നിങ്ങളെല്ലാവരെയും ഈ ഓണത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന, അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ട്. ആ കഥ നമുക്കൊന്ന് കണ്ടിട്ട് വേഗം വരാം. ആ, കഥ കണ്ടായിരുന്നോ? എന്തുണ്ടായിരുന്നു? കൊള്ളാമായിരുന്നോ? കൊള്ളാം. ആ, ഈ കഥയിൽ ഒരു വണ്ണമുള്ള വയറുള്ള ഒരാളെ കാണിച്ചു. അതാരായിരുന്നു? മക്കൾ കണ്ടതല്ലേ? പറഞ്ഞാട്ടെ. മഹാബലി. ആരാ? മഹാബലി. മഹാബലി അല്ലേ? ആ, ഒരു വലിയ വയറുള്ള കൊട ചൂടിയ അല്ലേ? ഇദ്ദേഹം വർഷാവർഷങ്ങളിൽ മലയാളികളെ അല്ലെങ്കിൽ ജനത്തെ, പ്രജകളെ ഇതുപോലെ തന്നെ തേടി വരുന്നു എന്നതാണ് ഐതിഹ്യം. അപ്പോൾ നന്മ, സമൃദ്ധി എല്ലാവരുള്ള അങ്ങനെയുള്ള ആ ഒരു ഐതിഹ്യത്തെ പിന്തുടർന്നുള്ള സന്തോഷമാണ് എല്ലാവരും ഓണാഘോഷമായിട്ട് ഉൾക്കൊള്ളുന്നത്. പക്ഷേ ഈ സമയത്തും ഓണം ആഘോഷിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ മനസ്സുകൾ കൊണ്ടുപോലും ആഘോഷിക്കാൻ കഴിയാത്ത നിരാശയിലാണ് പലരും ആശുപത്രിയിലൊക്കെ അല്ലേ? ഇപ്പോൾ സമൂഹത്തിൽ എന്തോ വലിയൊരു രോഗമുണ്ട്. എന്താ രോഗം? കൊറോണ. ഓ, കൊറോണ കാരണം പലരും ബുദ്ധിമുട്ടുന്നില്ലേ? അപ്പോൾ നമുക്ക് ഇതൊരു ക്രിസ്ത്യൻ ചാനലാണ് അല്ലേ? നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി ഈ ഓണാഘോഷത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു ആശ്വാസം നൽകുന്ന പാട്ട് നമുക്ക് കൊടുക്കാമോ? ആ, ഏത് പാട്ട് നമുക്ക് കൊടുക്കാം? ആശ്വാസത്തിന് ഉറവിടമാ. ഏത് പാട്ട് നമുക്ക് കൊടുക്കാം? ആ, ആശ്വാസത്തിന് ഉറവിടമാ ക്രിസ്തു. അപ്പോൾ ഈ ഒരു ആഘോഷവേളയിൽ നിന്നുകൊണ്ടും ഇത്തരത്തിൽ വേദനയോടും ഭാരത്തോടും ആശുപത്രിയിലും ഭവനത്തിലുമായിരിക്കുന്നവർക്കായിട്ട് ഈ ഗാനം ഇവിടെ സംരക്ഷണം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും കേട്ടോളൂ. ആ പാട്ട് നമുക്കറിയാം. അപ്പോൾ